കേരളത്തിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള റേഷ്യോ ഈ ദേശീയ തലത്തിൽ നോക്കുമ്പോഴുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഗ്രേറ്റ്, നല്ല ക്വസ്റ്റ്യനാണ്. കേരളത്തിൽ കുട്ടികളുടെ എണ്ണവും അധ്യാപകരുടെ എണ്ണവും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ദേശീയ ശരാശരിയേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട്. കേരളത്തിൽ LP കുട്ടികളെ പഠിപ്പിക്കുന്ന 12 കുട്ടികൾക്ക് ഒരു ടീച്ചറുണ്ട്. അത് ദേശീയ ശരാശരിയിൽ വരുമ്പോൾ 20 കുട്ടികൾക്ക് ഒരു ടീച്ചറാണ്. അത് യു പി തലത്തിലേക്ക് വരുമ്പോൾ 13 കുട്ടികൾക്ക് ഒരു ടീച്ചറുണ്ട്. കേരളത്തിലാണെങ്കിൽ അത് ദേശീയ ശരാശരിയിൽ 17 കുട്ടികൾക്ക് ഒരു ടീച്ചറാണുള്ളത്. അതേപോലെ ഹൈസ്കൂൾ സെക്ഷനിലേക്ക് വരുമ്പോൾ 18:1 അത് 15:1 ദേശീയ ശരാശരിയിൽ. പക്ഷേ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് വരുമ്പോൾ 16 കുട്ടികൾക്ക് ഒരു ടീച്ചറാണ് നമുക്ക് നിലവിലുള്ളത് കേരളത്തിൽ. അത് ദേശീയ ശരാശരി എന്ന് പറഞ്ഞാൽ 23 കുട്ടികൾക്കാണ് ഒരു ടീച്ചറുള്ളത്. ഇത് ഭയങ്കര വ്യത്യാസമുണ്ട്. കേരളത്തിൽ അധ്യാപകരുടെയും കുട്ടികളുടെയും അനുപാതം നോക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയിലാണ്. കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ കേരളത്തിൽ കുട്ടികളുടെയും അധ്യാപകരുടെ എന്നുള്ളത്. പക്ഷേ അത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം. ഒരു കാര്യം ഉറപ്പാണ്, അധ്യാപകർക്ക് വർക്ക് ലോഡ് കൂടുതലാണ്, ധാരാളം കുട്ടികളുണ്ട് എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്നുള്ളത് നോക്കണം. ഡാറ്റ വെച്ചിട്ട് പരിശോധിക്കുമ്പോൾ യുഡൈസിൻ്റെ കണക്ക് പ്രകാരം, അതായത് യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ്റെ കണക്ക് പ്രകാരം, യുഡൈസിൻ്റെ കണക്ക് പ്രകാരം ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ഈ കണക്കാണ്. ഇത്രയും കുട്ടികൾക്ക് അധ്യാപകർ ഇവിടെ ഉണ്ട്. പക്ഷെ അവരെ പണിയെടുക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അധ്യാപകരുടെയും കുട്ടികളുടെയും അനുപാതം നോക്കുമ്പോൾ PTR എന്ന് നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിലാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ അത് ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം.